KSU ആയാലും മൂത്ത കോൺഗ്രസ് ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും സാധാരണഗതിയിൽ അത്ര വയലൻ്റ് ആവാറില്ല. സാധാരണ അടുത്ത കാലം വരെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ കയറി അക്രമാസക്തമാകുന്നു, പ്രകോപനമില്ലാതെ അക്രമങ്ങളിൽ ഏർപ്പെടുന്നു. കേരളത്തിനകത്തായാലും പുറത്തായാലും ഇത് തന്നെയാണ് സ്ഥിതി. വല്ലാത്ത ഒരു വയലൻസിലേക്കും അഗ്രസീവ്നെസ്സിലേക്കും അക്രമാസക്തിയിലേക്കും ഒക്കെ മാറുന്നുണ്ട്. ഇതെന്തിൻ്റെ ഒരു കേടാണ്, എന്തിൻ്റെ ഒരു ലക്ഷണമാണ്? ഇതാരും ശ്രദ്ധിക്കാതെ പോകുന്നു. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ PFI നിരോധനത്തിന് ശേഷം PFI ഇപ്പോൾ SDP ഉള്ളൂ. PFI നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധനത്തിന് ശേഷം അതിനകത്തുള്ള ആൾക്കാർ SDP അതിൻ്റെ ഭാഗമാണ്. അതിനകത്തുള്ള ആൾക്കാർ SDP പക്ഷേ SDP പോകാൻ താല്പര്യമില്ലാത്തവർ നോട്ട് ചെയ്യുമെന്ന് കണ്ടിട്ടുള്ളവരും എന്നാൽ SDP-യുടെയും PFI-യുടെയും അനുഗ്രഹ ആശിസ്സുകളോടുകൂടി വിവിധ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറിയിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. അതിനകത്ത് ഒരു പരിധിവരെ ആദ്യം CPM-ലായിരുന്നു. ഒരുപക്ഷെ CPM-നകത്തെക്കാട്ടിൽ കൂടുതൽ അവരുടെ കാര്യങ്ങൾ നടത്തുന്നതിനും അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് ആരും ചോദ്യം ചെയ്യാതില്ലാതെ വിരഹിക്കുന്നതിനും പറ്റിയ പാർട്ടി കോൺഗ്രസ് ആണെന്ന് കണ്ട്, അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജി വളർത്തുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശിക്കൊണ്ട് VD സതീശൻ വരുന്ന ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പം അവരുടെ ഐഡിയോളജി ഏറ്റവും അവർക്ക് ആവശ്യമുള്ള രീതിയിൽ കൊണ്ടു നടക്കുന്നതിനും അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും പറ്റുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. അല്ലെങ്കിൽ അതിന് താല്പര്യം അല്ലെങ്കിൽ അവരെ വളർത്തുന്നതിന് അവരുടെ താല്പര്യം അനുസരിച്ച് പോകുന്ന ദേശീയ തലത്തിലും കേരളത്തിലും അവരാണെന്നുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ PFI-യും ഇതുപോലെയുള്ള തീവ്ര സ്വഭാവമുള്ളവരും ഏറ്റവും കൂടുതൽ കടന്നു കയറിയിട്ടുള്ളത് നമ്മൾ പറയുന്ന ഗാന്ധിയൻ കോൺഗ്രസ്സിൽ തന്നെയാണ്. അതിന് ഉദാഹരണം ഈ പറയുന്ന പ്രേക്ഷകരെല്ലാം നമ്മളെ കേൾക്കുന്നു പിന്നെ എന്നൊക്കെ വേണമെങ്കിൽ വിചാരിക്കാം. ശ്രദ്ധിച്ചാൽ മതി. PFI നിരോധനത്തിന് ശേഷം യൂത്ത് കോൺഗ്രസിൻ്റെയും KSU-ൻ്റെയും അല്ലെങ്കിൽ പറയുന്ന പരിപാടികളിലെ അക്രമവാസന അല്ലെങ്കിൽ അക്രമ സാന്നിധ്യം. കാരണം KSU-കാരെന്ന് പറയുമ്പോൾ അവരെ കുറ്റം പറയുമൊന്നുമില്ല, അവർ മര്യാദക്കാരായിരുന്നു. അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അവർ മാന്യന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ പുറകോട്ട് പരിശോധിക്കുമ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് കൊണ്ട് അവർ വഴക്കിനോ കാര്യത്തിനോ ഒന്നുമില്ല. എല്ലാം സമാധാനത്തിൻ്റെ കാര്യത്തിൽ ഒരു വഴക്ക് വന്നാൽ ഒരുത്തന്നെ ഒരു അടി അടിച്ചാൽ അടിയും കൊണ്ടിട്ട് തൂത്തുകൊണ്ട് അവരങ്ങ് പോകും. കാരണം അതിനപ്പുറം ഒന്നുമില്ല. ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്ന കാലത്തും അങ്ങനെയാണ്. KSU-ൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. സ്കൂളിലായാലും കോളേജിലായാലും വിഷയങ്ങൾ വരുമ്പോൾ KSU-ന് അടി മേടിക്കും, അവൻ്റെ ഉടുപ്പും വലിച്ചു കയറും. രാവിലെ കതർ വിട്ടുകൊണ്ട് വരുന്ന KSU നേതാവായിട്ട് പെന്നിന് വിട്ടുകൊണ്ട് ചിലപ്പോൾ വീട്ടിൽ പോകേണ്ടി വരും. ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുന്നത്. ഇതിന് പ്രതികരണമൊന്നുമില്ല, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് അവരവരുടെ മര്യാദക്കാരാണെന്നുള്ളത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ശ്രദ്ധിച്ചാൽ മതി. KSU SFI എന്ന് പറഞ്ഞാൽ എന്ത് പറയുമ്പോഴും SFI നേരിടാൻ ഇപ്പോൾ കരുത്തുള്ള ABPക്കേ ഉള്ളൂ. അല്ലെങ്കിൽ SFI തന്നെയാണ് സംസ്ഥാനത്ത് എല്ലാ രീതിയിലും അവരുടെ അക്രമവും അല്ലെങ്കിൽ അവരെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാനും പറ്റുന്ന ഒരവസ്ഥയിൽ ഒരു വിദ്യാർത്ഥി സംഘടനയും കേരളത്തിൽ ഇപ്പോഴില്ല. പക്ഷേ ഈ അടുത്ത കാലങ്ങളിലായിട്ട് പലയിടങ്ങളും പല സ്ഥലങ്ങളിലും ഈ പറയുന്നത് പോലെ KSU-കാർ SFI-കാരെ അടിക്കുകയും അടിമേടിച്ചിട്ട് ഓടുന്ന SFI-കാരനെയും അടിമേടിച്ചിട്ട് ഓടുന്ന DYFI-കാരനെയും ഒക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ സംഭവിക്കുന്നു. ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചാൽ ആ പേരുകൾക്കകത്തൊരു പ്രത്യേകതയും അല്ലെങ്കിൽ അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. അതായത് വളരെ കൃത്യമായിട്ട് യുവജനങ്ങൾ PFI-കാരനും അല്ലെങ്കിൽ നിരോധിത സംഘടനയ്ക്ക് അകത്തു നിന്നും ഇപ്പോൾ കയറിപ്പറ്റി ഇരിക്കുന്നത് KSU-നകത്തും യൂത്ത് കോൺഗ്രസിനകത്തും ഒക്കെയാണ്. അതുതന്നെയാണ് ഇന്നലെ തന്നെ കണ്ടില്ലേ നമ്മൾ വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളോ അവരുടെ രീതികളോ അതൊന്നും നമുക്ക് ചർച്ചയല്ല. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ ദിവസം റീത്ത് വയ്ക്കുന്ന പാരമ്പര്യം യൂത്ത് കോൺഗ്രസിനും KSU കോൺഗ്രസ് ഉണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ലായിരുന്നു. കാരണം ഇവിടുത്തെ SFI-കാരൻ കസേര തല്ലി ഓടിക്കുമ്പോഴും SFI-കാരൻ ഈ പ്രിൻസിപ്പലിൻ്റെ ജീവിച്ചിരിക്കുന്ന പ്രിൻസിപ്പലിന്റെ ശവസംസ്കാരം നടത്തുമ്പോഴും അല്ലെങ്കിൽ ഈ റീത്ത് വെക്കുമ്പോഴും അല്ലെങ്കിൽ എതിരെ നിൽക്കുന്നവനെ എല്ലാം തല്ലിക്കൊല്ലുമ്പോഴും ഒക്കെ നമ്മൾ അല്ലെങ്കിൽ നാട്ടുകാരും പറഞ്ഞിട്ടില്ല ഇതൊക്കെ എന്തുവരെ ഇവനെ കാണിക്കുന്നു, ഇവനൊക്കെ മര്യാദക്കാരൻ. ആ രീതിയിലുള്ള സമരമുറകളോ ആ രീതിയിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതുപോലെ വിമർശിക്കാൻ പറ്റുന്ന രീതിയിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സമരങ്ങൾ കണ്ടിട്ടില്ലേ? സമരങ്ങൾ ചാവേറുകളായി, സ്വഭാവം മാറുന്നു. ഇന്നലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രിയുടെ പെടലിക്ക് അടിമേടിച്ചോ കൈമുറിഞ്ഞോ എന്നുള്ളതല്ല, പക്ഷേ ഒരു വനിതാ മന്ത്രി അല്ലെങ്കിൽ ഒരു സ്ത്രീ
പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഗാന്ധിജി പറഞ്ഞത്, നമ്മളിവരെ ഗാന്ധിയന്മാരായിട്ടില്ലേ കാണുന്നത്? അതെ. ഗാന്ധിയുടെ സമരമുറയല്ലേ അവർ അവലംബിക്കുന്നത്? ഗാന്ധിജിയല്ലേ അവർക്ക് ഏറ്റവും വലിയ അഹിംസാ സിദ്ധാന്തമല്ലേ ഗാന്ധി പറഞ്ഞേക്കുന്ന സമരം? ഗാന്ധി വധത്തിനെതിരെ അല്ലേ അവർ ഏറ്റവും കൂടുതൽ BJP-യെ കുറ്റപ്പെടുന്നത്. ഗാന്ധിജി പറഞ്ഞ സമരം എന്തൊക്കെയാ സാറേ? സത്യാഗ്രഹ സമരം. ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് പ്രതിഷേധമുണ്ടെങ്കിൽ സ്വയം പട്ടിണി കിടക്കുമോ? മനസ്സിലായില്ല. എന്നിട്ട് അതല്ല ഗാന്ധിജിയുടെ. ഇപ്പോൾ രണ്ടുപേരും നമ്മൾ തർക്കം ഉണ്ടെങ്കിൽ പുള്ളി പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ നീ രണ്ടുപേരും തർക്കിക്കുകയും ഞാനിവിടെ പട്ടിണി കിടക്കുക. ഇതായിരുന്നല്ലോ ഗാന്ധിജിയുടെ ശൈൽ. വേറെ കാര്യം, അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം എങ്ങനെയായിരുന്നു? കറുത്ത തുണി ദേഹത്ത് കുത്തിക്കൊണ്ട് ആ പ്രതിഷേധം ഉള്ളിടത്ത് പോവുക, എനിക്ക് പ്രതിഷേധം ഉണ്ടെന്ന് കാണിക്കാം. അല്ലെങ്കിൽ പരിപാടികൾ ബഹിഷ്കരിക്കുക, അദ്ദേഹത്തെ വിളിക്കാമെങ്കിൽ അദ്ദേഹം പോകാതിരിക്കും, മൗനവ്രതം. ഈ രീതിയിലൊക്കെയുള്ള സമരമുറയല്ലേ കോൺഗ്രസ് ഇതുവരെ നയിച്ചിരുന്നത്? അല്ലെങ്കിൽ പറയട്ടെ, ഇപ്പോൾ സമരമുറയ്ക്കകത്തെന്തുവാ CPM സമരമുറയിലേക്ക് കയറി വന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഭീകരവാദികളുടെ സമരമുറയിലേക്ക് കയറി വന്നു. അപ്പം ഞാൻ പറഞ്ഞതിൽ ഇവിടെ ഈ പോയിന്റിൽ ഒരു കാര്യം ഒന്ന് ഇടപെട്ട് സംസാരിച്ചേ പറ്റൂ. അതായത് ഇതിപ്പോൾ വേറൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. ഇതെവിടെ സ്ഥലം? കണ്ണൂർ. എവിടെയാണ് ഇത് അക്രമം നടന്ന പോയിന്റ്? ഏതാ? റെയിൽവേ സ്റ്റേഷൻ. ഈ PFIക്കാരുടെ കണ്ണിലെ കരടായിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്ന സുന്ദരമായ എക്സ്പ്രസ്. അതിന് കല്ലേറ് കൊണ്ടിട്ടുള്ളതല്ല എവിടെ വെച്ചാൽ കണ്ണൂരിൽ വെച്ചിട്ടാണ് കൊണ്ടിട്ടുള്ളത്. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ കയറി അലമ്പാക്കാനുള്ള ഒരു ശ്രമം കൂടാണ് ഈ PFIക്കാർ ഉൾച്ചേർന്നിട്ടുള്ള KSUക്കാർ അവിടെ ചെയ്തതെന്ന് വേണമെങ്കിൽ കരുതാം. കാരണം സാധാരണഗതിയിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ കയറി ഒരു മന്ത്രിയെ അങ്ങനെ സാധാരണഗതിയിൽ തടയാം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് വിട്ടൊരു പണി കൊടുക്കട്ടെ എന്ന് പറയാൻ, ആ പണി കൊടുക്കാൻ പറ്റിയ പാർട്ടി കോൺഗ്രസ് ആണ്. CPM എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ. അതിനകത്തേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ യാസർ അറാഫത്തിനെ അറസ്റ്റ് ചെയ്തല്ലോ. അവൻ ഇന്ത്യക്കകത്ത് ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ആ ഒരു നയം കോൺഗ്രസിനകത്ത് സതീശൻ്റെ അനുഗ്രഹാശിസുകളോടുകൂടി നടപ്പാക്കുകയാണെന്ന് വിചാരിക്കുന്നതിൽ യുക്തിയുണ്ടെന്നാണ്. അല്ല, ഇതിനകത്ത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സമരമായിട്ടും നിസ്സാരമായിട്ടും പ്രതിഷേധമായിട്ടും കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. ഇപ്പം മന്ത്രിയെ തടയുന്നു, അല്ലെങ്കിൽ ഇത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ തോന്നിവാസം കാണിച്ചില്ല. പക്ഷേ അദ്ദേഹം ആ ഗാന്ധിയൻ കണ്ണൂർ വെച്ചിട്ട് ഈ സരിതാ വിഷയത്തിനകത്ത് SFIയുടെ ആണോ DYFIൻ്റെ ആണോ ഒരുത്തൻ അദ്ദേഹത്തിൻ്റെ കാറിൽ എറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തല പൊട്ടി ചോര ഒലിച്ചു. ആരാ? ഉമ്മൻചാണ്ടിയുടെ. ആ മനുഷ്യൻ പറഞ്ഞു ക്ഷമിച്ചിരിക്കുന്നു. പണി ചെയ്തവൻ്റെ പണി പോയില്ലേ, ചിരിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ആശുപത്രി കേസ് എടുക്കണ്ടെന്ന് പറഞ്ഞു. അതോടുകൂടി പണിയാൻ്റെ പാളി. CPM ഉയർത്തു, SFI ഉയർത്തു, DYFI ഉയർത്തു. ഇത് അവർ വിചാരിച്ചത് വലിയൊരു വാർത്തയാകും, കേസെടുക്കും, ഇവനെ പിടിച്ച് ജയിലിലിടും, ഇവൻ്റെ പേരിൽ കുറ്റം ആരോപിക്കും. അപ്പോൾ അത് വെച്ചിട്ട് പ്രചരണം നടത്താമല്ലോ. കാരണം പ്രതിഷേധത്തിനിടയ്ക്ക് സംഭവിച്ചൊരു കാര്യത്തിലൊന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികാര നടപടി പുള്ളി പറഞ്ഞു. അതാ കോൺഗ്രസ്, അതാ സാറേ കോൺഗ്രസ്. ആ കോൺഗ്രസിനെയാണ് ഇവിടെ ജനം ആഗ്രഹിക്കുന്നത്. ആ കോൺഗ്രസിനെ നെഞ്ചിലേറ്റിട്ടുള്ളതാണ് ഇന്ത്യയുടെ സംസ്കാരം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോൺഗ്രസിനെ ഇന്ത്യയിലെ ആൾക്കാർ കോൺഗ്രസ് ആയിട്ട് അംഗീകരിക്കത്തുള്ളൂ. വേറെ പാർട്ടിക്കകത്ത് വേറെ സ്വഭാവങ്ങളൊക്കെ ആണ്, അത് അവരുടെ സ്വഭാവം എന്ന് പറയും. CPM എന്ന് പറയുന്ന ഒരാളിനെ സാറിൻ്റെ മനസ്സിലെങ്ങനെ, എൻ്റെ മനസ്സിലെങ്ങനെ, അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന ഒരാളിനെ സാറിൻ്റെ മനസ്സിലെങ്ങനെ, എൻ്റെ മനസ്സിലെങ്ങനെ, കോൺഗ്രസ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഐഡിയോളജി ഉണ്ട്. VD സതീശൻ എത്ര ന്യായം പറയുമ്പോഴും എത്ര കാര്യം പറയുമ്പോഴും നിങ്ങൾ കഴിഞ്ഞ ദിവസം ഓരോ ദിവസവും ജാഥയിൽ ഒരു 10,000 വട്ടം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ കാര്യം ഏറ്റെടുത്തിട്ട് ബാക്കി അതിനെപ്പറ്റി വിമർശിക്കുന്നവരെയെല്ലാം ഈ അല്ലെങ്കിൽ മതവാദികളെന്നും അല്ലെങ്കിൽ ഈ വർഗീയവാദികളെന്നും വിളിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ജനം ഭയക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ സമരമുറകളും നിങ്ങളുടെ രീതികളും നിങ്ങളുടെ പോക്കും നിങ്ങളുടെ വർത്തമാനവുമൊക്കെ 47-ൽ ഇന്ത്യ അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ച് പോലും പിടിക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ നിങ്ങളുടെ ജാഥയ്ക്കകത്തുണ്ടോ? അല്ലെങ്കിൽ അത് ഇന്ത്യയിൽ നടന്നില്ലെങ്കിൽ കേരളത്തിലെങ്കിലും ഒരു പരിധിവരെ നടക്കുന്നതിന് വേണ്ടി സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഭയത്തോടുകൂടി നമുക്ക് ചില കാര്യങ്ങളെ ആഴത്തിലിറങ്ങി പരിശോധിക്കുമ്പോൾ തോന്നുന്നതായിട്ടുണ്ട്. ഏതായാലും പഴയ യൂത്ത് കോൺഗ്രസ്സോ കോൺഗ്രസ് സംസ്കാരം ഉള്ളവരൊന്നുമല്ല ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും സമരങ്ങളും അല്ലെങ്കിൽ സമരമുറകൾ കൈകാര്യം ചെയ്യുന്നതും എന്ന് നമുക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ അത്തരത്തിൽ ഉറ്റുനോക്കിയാൽ മനസ്സിലാവുന്ന ഒരു അവസ്ഥയുണ്ട്. സമയം കഴിഞ്ഞെങ്കിലും ഒന്നും കൂടെ ആഡ് ചെയ്യാതിരിക്കാൻ വയ്യ. ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള AI കോൺക്ലേവ് ഡൽഹിയിൽ നടന്നപ്പോൾ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കാണിക്കാത്ത നാണം കെട്ട ഉടുപ്പൂരിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടത്തിയത്. നേരത്തെ പാർലമെൻറ്റിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്ത്രീ അംഗങ്ങൾ ഇതുപോലൊരു വസ്ത്രക്ഷേപം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു. സ്പീക്കർ അത് പൊളിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അവർക്ക് കണ്ടുകൂടാ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് പറയുന്ന കേൾക്കുന്നുണ്ട്, രാഹുൽ ബ്രിഗേഡ് പാർലമെൻറ്റിൽ ഇവർ ഉടുപ്പാണ് ഒഴിച്ചത് കോൺക്ലേവിൽ.
പാൻ്റ് അടിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്താൻ പോകുന്നു. അത്രമാത്രം ഇവരുടെ ഐഡിയോളജി അല്ലെങ്കിൽ ആൾക്കാർ, അതായത് PFIയുടെ ഐഡിയോളജിയും ആൾക്കാരും കോൺഗ്രസ്സിലേക്ക് ദേശവ്യാപകമായിട്ട് നുഴഞ്ഞു കയറിയിരിക്കുന്നു. അത് പാകിസ്ഥാനിൽ നിന്ന് കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറുന്ന തീവ്രവാദികളെക്കാൾ ഭീകരമാണ്. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.